ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്ഥലത്ത് പണി കഴിഞ്ഞ NH66 എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് കയറാം ഇറങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും എക്സിറ്റ് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ എൻട്രി പോയിന്റുകളും എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൂടാതെ ഈ സ്ഥലങ്ങളിലൊക്കെ ലൈൻസ് ഒക്കെ, പല രീതിയിലുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലൈൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതായത് എങ്ങനെ നമുക്ക് കയറാം ഇറങ്ങാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പൊ തുടർന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇതിപ്പോ സർവീസ് റോഡാണ്. ഇപ്പൊ ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി പോകാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രി പോയിന്റ്. ഇവിടെ ഒരു ഹമ്പൊക്കെ ഉണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എൻട്രി പോയിന്റിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ, അതായത് പെട്ടെന്ന് നേരെ ഡയറക്റ്റ് ട്രാക്കിലേക്ക് കയറാൻ പാടില്ല. ഈ ലെഫ്റ്റ് ട്രാക്ക് കണ്ടോ, അതായത് 3 ട്രാക്കിന്റെ ഇപ്പുറമുള്ള ഏറ്റവും അവസാനത്തെ ട്രാക്ക്, ഇവിടെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വെക്കണം. എന്നിട്ട് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ഒരു ഡോട്ട് ലൈൻ കണ്ടോ, ഇവിടെ മെല്ലെ നിർത്തി നോക്കിയിട്ട് ഈ ഭാഗത്ത് നമ്മൾ ട്രാക്കിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഒന്നാമത്തെ ട്രാക്കിൽ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിറകിൽ നിന്ന് 100 കിലോമീറ്ററിലൊക്കെ വരുന്ന വണ്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ ആ വണ്ടി നമ്മളെ തട്ടി അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്ഥലത്തുനിന്ന്, അതായത് ഒരു സർവീസ് റോഡിന്ന് എൻട്രി പോയിന്റിലേക്ക്, അതായത് ഡയറക്റ്റ് ഹൈവേയിലേക്ക് കയറുന്ന. ചില സമയത്തൊക്കെ ആളുകളൊക്കെ തോന്നിയ സ്ഥലത്ത് കൂടി വണ്ടി എടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ എൻട്രിയിലേക്ക് കയറുന്ന സമയത്ത് ഡയറക്റ്റ് സെക്കൻഡ് ട്രാക്കിലേക്ക് കയറിയ ആളുകളുണ്ട്. അതായത് പെട്ടെന്ന് 3 ട്രാക്കൊക്കെ കാണുന്ന സമയത്ത് ഇത് 3 നമുക്ക് തന്നെ ഓടിക്കാനുള്ള എന്ന് കരുതിക്കൊണ്ട് തോന്നിയ പോലെ വണ്ടി എടുക്കും. അപ്പം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ആക്സിഡന്റ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളും ആക്സിഡന്റും ഇവിടെ ഈ ഹൈവേയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സൂക്ഷിച്ച് എൻട്രി പോയിന്റ് ഈ കാണിച്ചതുപോലെ തന്നെ കയറാൻ ശ്രമിക്കുക. ഇനി ഒരു എക്സിറ്റ് പോയിന്റ് എങ്ങനെയാ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എക്സിറ്റ് ഇവിടെ കണ്ടോ, എക്സിറ്റ് 1 കിലോമീറ്ററിന് ബോർഡ് ഉണ്ട്. വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല, ഇവിടെ ബോർഡ് കണ്ടോ. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമ്മൾ മാക്സിമം ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറ്റിയിരിക്കണം. ഞാൻ ഓൾറെഡി ലെഫ്റ്റ് ട്രാക്കിലാണുള്ളത്. അപ്പൊ അതായത് 1 കിലോമീറ്റർ കഴിഞ്ഞാല് എക്സിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ലോയിലായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. കാരണം ഏത് നിമിഷവും നമുക്ക് എക്സിറ്റ് എടുക്കാനുള്ള ടൈമായി എന്നാണ് ആ ബോർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വീണ്ടും എക്സിറ്റ് ഇത്ര മീറ്ററിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ട് എക്സിറ്റ് 500 മീറ്റർ എന്ന് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. അതായത് ഇനി 500 മീറ്റർ കഴിഞ്ഞാൽ എക്സിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് എക്സിറ്റ് എവിടെയാ നോക്കിയിട്ട് അങ്ങനെ പോകാം. അപ്പോ ഇവിടെ ഈ കാണുന്നതാണ് എക്സിറ്റ്. ഇവിടെ യെല്ലോ ലൈനൊക്കെ വരച്ചതുണ്ട്. ഇവിടെ കുറെ ഡിവൈഡർ പോലത്തെ ഈ ഇതൊക്കെ വെച്ച്. അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഈ ചെറിയ ഡോട്ട് ആയിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ഇതിലേക്ക് കയറ്റണം ആദ്യം. ഇങ്ങനെ കയറ്റിയിട്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ട്രാക്ക് കൂടി തന്നെ, ലെഫ്റ്റ് ട്രാക്ക് കൂടി തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പുറത്തുനിന്നും ഇപ്പുറത്തൊക്കെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ, ഇതേപോലെയൊക്കെ മുന്നിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ വണ്ടി പോകും. കാരണം സർവീസ് റോഡ് 2 ആണ്. അപ്പൊ സർവീസ് റോഡ് 2 ആയതുകൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഹൈവേന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് എൻട്രിയും അതുപോലെ തന്നെ എക്സിറ്റും എടുക്കൽ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ NHലേക്ക് കയറേണ്ടതും ഇറങ്ങേണ്ടതും. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നാഷണൽ ഹൈവേയിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾ മാക്സിമം സൂക്ഷിച്ചിട്ട് വേണം ഓടിക്കാൻ. അതായത് നിയമം കറക്റ്റ് എങ്ങനെയാണോ പറഞ്ഞത്, എത്ര സ്പീഡ് ലിമിറ്റ് ആണോ പറഞ്ഞത്, അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഈ റോഡിലൂടെ തന്നെ പല രീതിയിലുള്ള വാഹനങ്ങളും പോകുന്നുണ്ട്. അതായത് ഹെവി വാഹനങ്ങൾ, അതേപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അപ്പൊ എല്ലാ രീതിയിലുള്ള വണ്ടികളും ഈ റോഡിലൂടെ പോകുന്നതാണ്. അപ്പം പലരും പല രീതിയിലായിരിക്കും വണ്ടി ഓടിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാമെന്നൊക്കെ മനസ്സിലാക്കി കറക്റ്റ് നിയമങ്ങളൊക്കെ ശരിക്ക് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.